ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ടെൻസസിൻ്റെ ഭാഗത്തു നിന്നുള്ള 50 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് ഇപ്പോൾ സിലബസ് മാറിയിരിക്കുകയാണ്. നമ്മുടെ CSEBയുടെ മാർക്കിൻ്റെ ഓറിയൻറ്റേഷൻ മാറിയിട്ടുണ്ട്. ആകെ 100 മാർക്കിനാണ് ഇനിയിപ്പോൾ എക്സാം നടക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. 10 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് 20 ക്വസ്റ്റ്യൻസ് എന്നുള്ളത് 10 ക്വസ്റ്റ്യൻസായി മാറിയപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി ഇംഗ്ലീഷിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. മുമ്പത്തെ പോലെ ചിലപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ആദ്യം മുതൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ടെൻസസ് മുതൽ പഠിക്കുക. അതിൻ്റെ ബേസിക് കാര്യങ്ങൾ, ടെൻസസിൻ്റെ എല്ലാമല്ല, ബേസിക് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. ഇപ്പോൾ ഓരോ ടെൻസസിൻ്റെ ഫോമുകൾ, ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് സബ്ജക്റ്റ് പ്ലസ് V1 ആണ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് V2 ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് ഓരോ ടെൻസിനും ഉപയോഗിക്കേണ്ട ആ ഓരോ സമയങ്ങൾ. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ നമ്മളൊരു ഹാബിച്വൽ ആക്ഷൻ, ജനറൽ ട്രൂത്ത്, പെർമനൻറ്റ് ട്രൂത്ത് ഒക്കെ പറയാൻ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നു. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫോംസ് അങ്ങനെയുള്ളത് പഠിക്കുക. നമ്മൾ ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചും പാസീവ് വോയിസും പഠിക്കാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമുക്ക് ആർട്ടിക്കിൾസ്, പ്രപ്പോസിഷൻസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ആൻറ്റോണിം, സിനോണിം, അതുപോലെയുള്ള ഓരോ കാര്യങ്ങളായിട്ടും മാറ്റി മാറ്റി കൃത്യമായിട്ട് പഠിക്കുക. പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കണം. കഴിവതും കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറേ ചെയ്ത് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ടെൻസസിൽ നിന്നുള്ള 50 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൈ ഗ്രാൻഡ് ഫാദർ റീഡ് എ ലോട്ട് ഓഫ് ബുക്സ്. ഓപ്ഷൻ എ റീഡ്, ഓപ്ഷൻ ബി റീഡ്സ്, ഓപ്ഷൻ സി ഈസ് റീഡിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇത് ഒരു സിമ്പിൾ പ്രസൻറ്റിൽ വരുന്ന ടെൻസ് ആണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരുപാട് ബുക്കുകൾ വായിക്കാറുണ്ട് എന്ന് പറയുന്നത്. സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. ഇവിടെ സബ്ജക്റ്റ് മൈ ഗ്രാൻഡ് ഫാദർ എന്നുള്ളതാണ്. അതൊരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ എന്ത് വേണം? ഒരു സിംഗുലാർ വെർബായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിൽ സിംഗുലാർ വെർബ് എന്ന് പറയുന്നത് ഏതാണ്? സബ്ജക്റ്റ് പ്ലസ് V1 ആണ് നമ്മുടെ ഫോം. സിംഗുലാർ വെർബ് റീഡ്സ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, റീഡ്സ്. മൈ ഗ്രാൻഡ് ഫാദർ റീഡ്സ് എ ലോട്ട് ഓഫ് ബുക്സ്. അടുത്ത ക്വസ്റ്റ്യൻ മൈ ഗ്രാൻഡ് മദർ പ്രേ നൗ. ഓപ്ഷൻ എ പ്രേസ്, ഓപ്ഷൻ ബി ഈസ് പ്രേയിങ്, ഓപ്ഷൻ സി പ്രേ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൽ നൗ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഈ നൗ എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഒരു കീവേഡാണ്. നൗ എന്ന് പറയുന്നത് അതായത് ഗ്രാൻഡ് മദർ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് മദർ, അപ്പോൾ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് പറയുന്നത് കേട്ടോ. നൗ എന്ന് പറയുമ്പോൾ ഒരു വേർഡിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ നൗ എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് വെർബാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഈസ് പ്രേയിങ്. മൈ ഗ്രാൻഡ് മദർ ഈസ് പ്രേയിങ് എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഐ നോട്ടീസ് എ ചേഞ്ച് ഇൻ ഹിസ് ഹാബിറ്റ്. ഓപ്ഷൻ എ നോട്ടീസ്, ഓപ്ഷൻ ബി ആം നോട്ടീസിങ്, ഓപ്ഷൻ സി നോട്ടീസസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, നോട്ടീസ് തന്നെയാണ് ഇതിൻ്റെ ആൻസർ. സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റിലാണ് വരുന്നത്. സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. ഐ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറലാണ് അല്ലേ? അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് IUV എന്ന് പറയുന്നത് ഐയും പിന്നെ അതുപോലെ തന്നെ യു പിന്നെ അതുപോലെ V എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം എന്താ? പ്ലൂറൽ വെർബാണ് വരുള്ളൂ. ഇതിലേതാണ് പ്ലൂറൽ വെർബ്? നോട്ടീസ് ആണ് പ്ലൂറൽ വെർബ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, നോട്ടീസ്. അടുത്ത ക്വസ്റ്റ്യൻ ദ ഹൗസ് ബിലോങ് ടു മൈ ബ്രദർ. ഓപ്ഷൻ എ ബിലോങ്സ്, ഓപ്ഷൻ ബി ബിലോങ്, ഓപ്ഷൻ സി ഈസ് ബിലോങ്ങിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഈ ഹൗസ് എൻ്റെ ബ്രദറിൻ്റെ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് ഇതും വരുന്നത്. സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, സബ്ജക്റ്റ് പ്ലസ് V1 ആണ് അതിൻ്റെ ഫോം എന്ന് പറയുന്നത്. ദ ഹൗസ് എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ സിംഗുലാർ വെർബായിരിക്കണം വരേണ്ടത്. ഇതിൽ സിംഗുലാർ വെർബ് എന്ന് പറയുന്നത് ബിലോങ്സ് ആണ് അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, ബിലോങ്സ് വരും. അടുത്ത ക്വസ്റ്റ്യൻ വി ഹാവ് ലീവ്ഡ് ഹിയർ ഡാഷ് 2005. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി സിൻസ്, ഓപ്ഷൻ സി ബൈ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൽ
2005 മുതൽ അവരവിടെ ജീവിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങളിവിടെ 2005 മുതൽ ജീവിക്കുകയാണെന്ന്. അപ്പോൾ ഇത് സിൻസ് എന്ന് പറയുന്നത് എപ്പോൾ മുതൽ എന്ന് കാണിക്കുന്നതിനാണ് സിൻസ് ഉപയോഗിക്കുന്നത്. ഫോർ ഉപയോഗിക്കുന്നത് ഒരു കാലയളവ് കാണിക്കുന്നതിനാണ് ഫോർ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് സിൻസ് ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സിൻസ്. 2005 മുതൽ ഞങ്ങളിവിടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, സിൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് റെയിൻസ് സിൻസ് ലാസ്റ്റ് ഈവനിങ്. ഓപ്ഷൻ എ റെയിൻസ്, ഓപ്ഷൻ ബി ഈസ് റെയിനിങ്, ഓപ്ഷൻ സി ഹാസ് ബീൻ റെയിനിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ലാസ്റ്റ് ഈവനിങ് മുതൽ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഈ സിൻസും ഫോറും ടൈം വേർഡ് പോലെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്നത് എന്താണ്? ഒന്നല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും അവിടെ വരുന്നത്, സിൻസും ഫോറും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ പറയുന്നത് ലാസ്റ്റ് ഈവനിങ് മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പാസ്റ്റിൽ തുടങ്ങിയൊരു കാര്യം ഇപ്പോഴും ഈ പ്രസൻറ്റിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങൾ പ്രസൻറ്റിലും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പാസ്റ്റിൽ നടന്നൊരു കാര്യം പ്രസൻറ്റിലും തുടർന്നുകൊണ്ടിരിക്കുമെന്നെങ്കിൽ അപ്പോൾ എന്തുവരും? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വെർബാണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, ഹാസ് ബീൻ റെയിനിങ്. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് ലാസ്റ്റ് ഈവനിങ് എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, ദേ ഓൾറെഡി വെക്കേറ്റഡ് ദ റൂം. ഓപ്ഷൻ എ വെക്കേറ്റഡ്, ഓപ്ഷൻ ബി ഹാവ് ഓൾറെഡി വെക്കേറ്റഡ്, ഓപ്ഷൻ സി വിൽ വെക്കേറ്റ്, ഓപ്ഷൻ ഡി ആർ ഓൾറെഡി വെക്കേറ്റിംഗ്. അതായത് അവർ ഓൾറെഡി റൂം വെക്കേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ് പറയുന്നത്. ഇവിടെ പാസ്റ്റിൽ പക്ഷെ എപ്പോൾ നടന്നു എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പാസ്റ്റിൽ നടന്ന ഒരു കാര്യം അതിൻ്റെ ടൈം ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. ഓക്കെ, പാസ്റ്റിൽ നടന്നൊരു കാര്യം അതിൻ്റെ ടൈം ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഇനി ടൈം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഇവിടെ ടൈം പറഞ്ഞിട്ടില്ല, അത് കാരണം പ്രസൻറ്റ് പെർഫെക്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും? ആൻസർ ഓപ്ഷൻ ബി വരും. ദേ ഹാവ് ഓൾറെഡി വെക്കേറ്റഡ് എന്ന് വരും. ഹാസോ സബ്ജക്റ്റിൻ്റെ ഒപ്പം ഹാസോ ഹാവോ വരുന്നെന്ന് പറഞ്ഞു, ഹാവ് വന്നു, ദേ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്ലൂറലാണ് വരുമോ, ഹാവ് വരും. ആൻഡ് ഓൾറെഡി വെക്കേറ്റഡ്, V3 ഫോമാണ് വെക്കേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ദേ ഹാവ് ഓൾറെഡി വെക്കേറ്റഡ് ദ റൂം എന്നാണ് ആൻസർ വരിക. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത്, വി സീ ദ മൂവി ലാസ്റ്റ് വീക്ക്. ഓപ്ഷൻ എ സോ, ഓപ്ഷൻ ബി സി, ഓപ്ഷൻ സി ആർ സീയിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഞങ്ങൾ ആ മൂവി ലാസ്റ്റ് വീക്ക് കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പാസ്റ്റിൽ കഴിഞ്ഞൊരു കാര്യം അതിൻ്റെ ടൈം കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് വീക്കിലാണ് കണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു എന്താണ്? സിമ്പിൾ പാസ്റ്റിൽ വരുന്ന ഒരു സിമ്പിൾ പാസ്റ്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V2 ആണ് അതിൻ്റെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും? സബ്ജക്റ്റിൻ്റെ ഒപ്പം V2 ആണ് വരുന്നത്. അപ്പോൾ വി സോയാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, സോ. അടുത്ത ക്വസ്റ്റ്യൻ, ഐ വാസ് റീഡിങ് എ ബുക്ക് വെൻ ഷീ കോൾ മീ. ഓപ്ഷൻ എ കോൾഡ്, ഓപ്ഷൻ ബി കോൾസ്, ഓപ്ഷൻ സി വാസ് കോളിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓക്കെ, ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഐ വാസ് റീഡിങ്, അതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് എന്തായിരിക്കും? പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, കോൾഡ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റുഡൻസ് ഡാഷ് നോട്ട് റിമൈൻ ഇൻ ദ ഹാൾ ആഫ്റ്റർ 7 PM. ഓപ്ഷൻ എ വിൽ, ഓപ്ഷൻ ബി ഷാൾ, ഓപ്ഷൻ സി ആർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഷാൾ. സ്റ്റുഡൻറ്റ് ഷാൾ നോട്ട് റിമൈൻ ഇൻ ദ ഹാൾ ആഫ്റ്റർ 7 PM. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് വെർബ് ഫ്രം ദ ഓപ്ഷൻസ്. I dash English for last 5 years. Option A study, option B studying, option C have been studying, option D am studying. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. ലാസ്റ്റ് 5 വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന്. അപ്പോൾ ഇതൊരു എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണിത്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വെർബ്. അപ്പോൾ അതേത് വരും? ഹാവ് ബീൻ സ്റ്റഡിയിങ് എന്ന് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, ഹാവ് ബീൻ. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ ദ ലാസ്റ്റ് 5 years എന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വി ഡാഷ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഹാഫ് ആൻ അവർ എഗോ. ഓപ്ഷൻ എ ഫിനിഷ്ഡ്, ഓപ്ഷൻ ബി ഹാവ് ഫിനിഷ്ഡ്, ഓപ്ഷൻ സി ഹാഡ് ഫിനിഷ്ഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഞങ്ങൾ അരമണിക്കൂർ മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പാസ്റ്റിൽ നടന്ന ഒരു കാര്യം നടന്നു കഴിഞ്ഞു. അത് എപ്പോഴാണ് നടന്നതെന്നും പറഞ്ഞിട്ടുണ്ട്, ടൈം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആൻ അവർ എഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. സബ്ജക്റ്റ് പ്ലസ് V2 ആയിരിക്കും. സബ്ജക്റ്റിൻ്റെ ഒപ്പം V2 ഫോമേ വരുള്ളൂ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആണ്, ഫിനിഷ്ഡ് ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് റെയിൻ നൗ. ഓപ്ഷൻ എ റെയിൻ, ഓപ്ഷൻ ബി റെയിൻസ്, ഓപ്ഷൻ സി ഈസ് റെയിനിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നൗ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെന്തായിരിക്കും? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ആമോർ ഈസോർ ആർ പ്ലസ് ING ഫോം ആയിരിക്കും. അപ്പോൾ ഈസ് റെയിനിങ് എന്നാണ് വരുള്ളൂ. ഇറ്റ് ഈസ് റെയിനിങ് നൗ എന്നാണ് വരുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് യു ഗോൺ ടു ദ മാർക്കറ്റ്. ഓപ്ഷൻ എ ആറ്, ഓപ്ഷൻ ബി ഹാവ്, ഓപ്ഷൻ സി വില്ല്, ഓപ്ഷൻ സി വുഡ്. ഡാഷ് യു ഗോൺ ടു ദ മാർക്കറ്റ്. ഓക്കെ, ഇതിൽ സബ്ജക്റ്റിന് ശേഷം എന്താണ്? ഒരു V3 ഫോമാണ് വന്നിരിക്കുന്നത് അല്ലേ. ഗോൺ ഒരു V3 ഫോമാണ്. അപ്പോൾ സബ്ജക്റ്റിന് ശേഷം V3 ഫോം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ എന്തായാലും ഹാസോ ഹാവോ അല്ലെങ്കിൽ ഹാഡോ ആയിരിക്കും വരുന്നത്. സബ്ജക്റ്റിന് ശേഷം ഒരു V3 ഫോം വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഹാസ്, ഹാവ്, ഹാഡ് ഇതിലേതെങ്കിലും വരാനാണ് ചാൻസ്. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, ഹാവ്. ഹാവ് യു ഗോൺ ടു ദ മാർക്കറ്റ് എന്നാണ് വരുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഹിയർ എ സൗണ്ട് ഫ്രം ദ ഹൗസ്. ഓപ്ഷൻ എ ഹിയർ, ഓപ്ഷൻ ബി ആം ഹിയറിംഗ്, ഓപ്ഷൻ സി ആം ടു ഹിയർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓക്കെ, ഇതൊരു സിമ്പിൾ പ്രസൻറ്റിൽ വരുന്ന ടെൻസാണ്. സബ്ജക്റ്റ് പ്ലസ് V1 ആണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ ഒപ്പം V1 വരും. ഇവിടെ സബ്ജക്റ്റ് I ആണ്. I എന്ന് പറയുന്നത് പ്ലൂറലാണ്. സോ ആൻസർ ഓപ്ഷൻ എ വരും, ഹിയർ. ഓക്കെ, ഓപ്ഷൻ എ ഹിയർ. ഐ ഹിയർ എ സൗണ്ട് ഫ്രം ദ ഹൗസ് എന്ന് തന്നെയാണ് വരുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹൗസ് ബിലോങ്സ് ടു മൈ ബ്രദർ. ഓപ്ഷൻ എ ബിലോങ്, ഓപ്ഷൻ ബി ബിലോങ്സ്, ഓപ്ഷൻ സി ഈസ് ബിലോങ്ങിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചിലത് റിപ്പീറ്റഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് തന്നെ ഇത് ഒരു സിമ്പിൾ പ്രസൻ്റ് ആണ്. സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി വരും, ബിലോങ്സ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ബി ടു കന്യാകുമാരി വൺസ്. ഓപ്ഷൻ എ ആം, ഓപ്ഷൻ ബി ഹാവ്, ഓപ്ഷൻ സി ഹാവ് ബീൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഞാൻ ഒരു പ്രാവശ്യം കന്യാകുമാരിയിൽ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹാവ് ബീൻ ആണ്. ആൻസർ ഓപ്ഷൻ സി, ഹാവ് ബീൻ. ഐ ഹാവ് ബീൻ ടു കന്യാകുമാരി വൺസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹി വാസ് റീഡിങ് എ ബുക്ക് വെൻ ഐ കോൾ ഹിം. ഓപ്ഷൻ എ കോൾ, ഓപ്ഷൻ ബി വാസ് കോളിംഗ്, ഓപ്ഷൻ സി കോൾഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നമ്മൾ പറഞ്ഞു ഹി വാസ് റീഡിങ്. ഹി വാസ് റീഡിങ് എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോമിലുള്ളതാണ്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം. അപ്പോൾ അതൊരു പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോമിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ ഏതാണ് ചേർക്കേണ്ടത്? സിമ്പിൾ പാസ്റ്റ് ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, കോൾഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേ വിൽ ക്ലൈം ദ മൗണ്ടെയിൻ വെൻ ദ വിൻഡ്സ് ബി സ്യൂട്ടബിൾ. ഓപ്ഷൻ എ ആറ്, ഓപ്ഷൻ ബി ഈസ്, ഓപ്ഷൻ സി വിൽ ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ആറ്. ദേ ക്ലൈംബ് ദ മൗണ്ടെയിൻ, ദേ വിൽ ക്ലൈം ദ മൗണ്ടെയിൻ വെൻ ദ വിൻഡ്സ് ആർ സ്യൂട്ടബിൾ എന്നാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വി റീച്ച് ഹോം ബിഫോർ ദ സൺ സെറ്റ്സ്. ഓപ്ഷൻ എ ഷാൾ റീച്ച്, ഓപ്ഷൻ ബി വിൽ റീച്ച്, ഓപ്ഷൻ സി ആർ റീച്ചിങ്, ഓപ്ഷൻ ഡി
വിൽ ബി റീച്ചിങ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഷാൾ റീച്ച്. വി ഷാൾ റീച്ച് ഹോം ബിഫോർ ദ സൺസെറ്റ്സ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം ഓഫ് ഷീ വർക്ക്സ് ഹാർഡ്? ഓപ്ഷൻ എ ഷീ ഈസ് വർക്കിംഗ് ഹാർഡ്, ഓപ്ഷൻ ബി ഷീ ഹാസ് വർക്ക്ഡ് ഹാർഡ്, ഓപ്ഷൻ സി ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹാർഡ്, ഓപ്ഷൻ ഡി ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ്. ഓക്കെ, ഇതിൻ്റെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം നമുക്കറിയാം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ or have been plus ing ഫോം ഓഫ് വെർബാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ അത് വെച്ചിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹാർഡ് എന്ന് വരും ഇല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹി ഡാഷ് സിൻസ് ലാസ്റ്റ് മൺഡേ, ഹി ഹാസ് നോട്ട് യെറ്റ് കം. ഓപ്ഷൻ എ ഹാവ് ബീൻ ഇൽ, ഓപ്ഷൻ ബി ഹാസ് ബീൻ ഇൽ, ഓപ്ഷൻ സി ഹാഡ് ബീൻ ഇൽ, ഓപ്ഷൻ ഡി ഈസ് ഇൽ. ഹി ഡാഷ് സിൻസ് ലാസ്റ്റ് മൺഡേ, അവന് ലാസ്റ്റ് മൺഡേ വരെ വയ്യ എന്നാണ് പറയുന്നത്, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് മൺഡേ മുതൽ വയ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്താ, പാസ്റ്റിൽ തുടങ്ങിയൊരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതും എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് ing ഫോമാണ്. അപ്പോൾ ഇവിടെ എന്തോരും? ഹി ഹാസ് ബീനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, ഹാസ് ബീൻ. ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്, സോ ഹാസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹാസ് ബീൻ ഇൽ സിൻസ് ലാസ്റ്റ് മൺഡേ എന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് മോർ ദാൻ 3 years സിൻസ് ഐ ഡാഷ് ഹിം. ഓപ്ഷൻ എ സോ, ഓപ്ഷൻ ബി ഹാവ് സീൻ, ഓപ്ഷൻ സി ഹാഡ് സീൻ, ഓപ്ഷൻ ഡി ഡിഡ് സീൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, സോ. ഇറ്റ് ഈസ് മോർ ദാൻ 3 years സിൻസ് ഐ സോ ഹിം. അടുത്ത ക്വസ്റ്റ്യൻ, രാജു ഡാഷ് ഔട്ട് 5 minutes ago. ഓപ്ഷൻ എ ഹാഡ് ഗോൺ, ഓപ്ഷൻ ബി ഹാസ് ഗോൺ, ഓപ്ഷൻ സി വെൻഡ്, ഓപ്ഷൻ ഡി ഗോസ്. രാജു 5 മിനിറ്റിന് മുമ്പ് പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. അതായത് പാസ്റ്റിൽ നടന്നൊരു കാര്യം ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്. സബ്ജക്റ്റ് പ്ലസ് V2 ആയിരിക്കും. അപ്പോൾ രാജു ആണ് സബ്ജക്റ്റ്. അപ്പോൾ V2 എന്താണ്? വെൻഡ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, വെൻഡ്. ഗോ, വെൻഡ്, ഗോൺ എന്നാണ്. V1 ഗോയും, V2 വെൻഡും, V3 ഗോണുമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഷീ ഡാഷ് സബ്മിറ്റ് ഹർ റിസർച്ച് പേപ്പർ നൗ. ഓപ്ഷൻ എ സബ്മിറ്റ്സ്, ഓപ്ഷൻ ബി ഈസ് സബ്മിറ്റിംഗ്, ഓപ്ഷൻ സി വുഡ് സബ്മിറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ റിസർച്ച് പേപ്പർ അവൾ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൗ വന്നിട്ടുണ്ട്, നൗ ഒരു ടൈം വേർഡായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവൾ റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ing ഫോം ഓഫ് വെർബാണ് വരുന്നത്. അപ്പോൾ എന്തോരും? ഷീ എന്നുള്ളത് സിംഗുലർ ആണ്, അപ്പോൾ ഈസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഷീ ഈസ് സബ്മിറ്റിംഗ് എന്നാണ് വരുന്നത്. ഷീ ഈസ് സബ്മിറ്റിംഗ് ഹർ റിസർച്ച് പേപ്പർ നൗ. അടുത്ത ക്വസ്റ്റ്യൻ, ഐ വാസ് വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഹി ഡാഷ് റിപ്പയർ മൈ കമ്പ്യൂട്ടർ സോ പ്രോംപ്റ്റ്ലി. ഓപ്ഷൻ എ റിപ്പയർസ്, ഓപ്ഷൻ ബി വിൽ ബി റിപ്പയറിംഗ്, ഓപ്ഷൻ സി വിൽ റിപ്പയർ, ഓപ്ഷൻ ഡി റിപ്പയർഡ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, റിപ്പയർഡ് ആണ് വരുന്നത്. ഓക്കെ, ഐ വാസ് വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഹി റിപ്പയർഡ് മൈ കമ്പ്യൂട്ടർ സോ പ്രോംപ്റ്റ്ലി. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യുവർ പാത്ത് ഈസ് ബീയിങ് ബ്ലോക്ക്ഡ് ഐ ഡാഷ് മൂവ് മൈ വെഹിക്കിൾ ഔട്ട് ഓഫ് യുവർ വേ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹാവ് മൂവ്ഡ്, ഓപ്ഷൻ ബി മൂവിങ്, ഓപ്ഷൻ സി വിൽ മൂവ്, ഓപ്ഷൻ ഡി മൂവ്ഡ്. ഇവിടെ നമുക്ക് അറിയാൻ പറ്റും സബ്ജക്റ്റ് പ്ലസ് ഈസ് ആണ് വന്നിരിക്കുന്നത്. ആം, ഈസ്, ആർ പ്ലസ് എന്തൊക്കെ ഒന്നുണ്ട്, ബീയിങ് വന്നിട്ടുണ്ട്. ഓക്കെ, ബീയിങ് പ്ലസ് V3 എന്നാണ് വന്നിരിക്കുന്നത്. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഒരു പാസീവ് ഫോമാണ്. ഓക്കെ, അപ്പോൾ അത് പ്രസൻറ്റിൽ വരുന്നൊരു ടെൻസ് ആണ്, പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ പാസീവ് ഫോം. ഇത് ഈഫിൻ്റെ ഒപ്പം ഒരു സിമ്പിൾ പ്രസൻറ്റിൽ വരുന്ന ഒരു കാര്യമാണ് വരുന്നതെങ്കിൽ വില്ല് അല്ലെങ്കിൽ ഷാള് അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ പ്ലസ് V1 ആണ് അതിൻ്റെ ഒപ്പം ചേർത്ത് വരുള്ളൂ. ഓക്കെ, ഈഫിൻ്റെ ഒപ്പം
പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ എന്താ വരിക? വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1. അപ്പോൾ ഇവിടെ വില്ല് വെച്ചിട്ട് ഏതാണ്? ഓപ്ഷൻ സി ആണുള്ളത്, വിൽ മൂവ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, വിൽ മൂവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഡാഷ് ഫിനിഷ് ദ വർക്ക് ദേ ലെറ്റ് ദ വാട്ടർ ഫോൾ ഓൺ ദ വുഡൻ ഫ്ലോർ. ഓപ്ഷൻ എ ഫിനിഷ്ഡ്, ഓപ്ഷൻ ബി ഫിനിഷിംഗ്, ഓപ്ഷൻ സി ഹാഡ് ഫിനിഷ്ഡ്, ഓപ്ഷൻ ഡി ഫിനിഷസ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫിനിഷിംഗ്. ആഫ്റ്റർ ഫിനിഷിംഗ് ദ വർക്ക് ദേ ലെറ്റ് ദ വാട്ടർ ഫോൾ ഓൺ ദ വുഡൻ ഫ്ലോർ. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ലൈക്ക് ടു സിംഗ് when I am alone. Option A sing, option B singing, option C sings, option D sang. ഓക്കെ, ഇതിൽ ഐ ലൈക്ക് അല്ലെങ്കിൽ ലവ് ഇങ്ങനെയെല്ലാം വരാൻ നേരത്ത് അതിൻ്റെ ഒപ്പം 2+V1 ആണ് ഉപയോഗിക്കുള്ളൂ. മനസ്സിലായ? ലൈക്കിൻ്റെ ഒപ്പം 2+V1, അല്ലെങ്കിൽ ഇപ്പോൾ ലവ് വന്നിട്ടുണ്ടെങ്കിൽ ലവിൻ്റെ ഒപ്പം ആണെങ്കിലും 2+V1. V1 എന്ന് പറയുന്നത് ബേസ് ഫോമാണ് കേട്ടോ, ഏറ്റവും ബേസ് ഫോമായിട്ടാണ് ഉപയോഗിക്കുള്ളൂ. സിങ്സ്, സാങ് അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല, ഏറ്റവും ബേസ് ഫോം അതായത് സിങ് ആണ് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ സിങ്. ഐ ലൈക്ക് ടു സിങ് വെൻ ഐ ആം എലോൺ എന്ന് തന്നെയാണ് വരുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 10 ന്യൂ മെമ്പേഴ്സ് ഹാവ് എൻറോൾഡ് ആൻഡ് 7 ഡാഷ് റിസൈൻ. ഓപ്ഷൻ എ ഈസ് റിസൈൻഡ്, ഓപ്ഷൻ ബി ഹാവ് റിസൈൻഡ്, ഓപ്ഷൻ സി ഹാവ് ബീൻ റിസൈൻഡ്, ഓപ്ഷൻ ഡി വാസ് റിസൈൻഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹാവ് റിസൈൻഡ്. 10 new members have enrolled and 7 have resigned. അടുത്ത ക്വസ്റ്റ്യൻ, I dash to my homework when she called. ഓപ്ഷൻ എ was doing, ഓപ്ഷൻ എ am doing, ഓപ്ഷൻ സി do, ഓപ്ഷൻ ഡി done. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, was doing. I was doing my homework when she called. അടുത്ത ക്വസ്റ്റ്യൻ, ഷാജഹാൻ ഡാഷ് ബിൽഡ് ദ താജ് മഹൽ. ഓപ്ഷൻ എ ബിൽഡിംഗ്, ഓപ്ഷൻ ബി ബിൽഡഡ്, ഓപ്ഷൻ സി ബിൽഡ്, ഓപ്ഷൻ ഡി ഹാഡ് ബിൽഡ്. ഈ ബിൽഡിൻ്റെ ഫോം എന്ന് പറയുന്നത് V1 ഫോം എന്ന് പറയുന്നത് BUILD ബിൽഡാണ്. V2 ഫോം എന്ന് പറയുന്നത് BUILT ബിൽറ്റാണ്. അതിൻ്റെ V3 ഫോമും BUILT തന്നെയാണ്, ബിൽറ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹാഡിൻ്റെ ഒപ്പം എപ്പോഴും V3 ഫോമാണ് വരുള്ളൂ. അപ്പോൾ ഹാഡ് ബിൽഡ് എന്ന് വരില്ല, ഹാഡ് ബിൽറ്റ് എന്നേ വരുള്ളൂ. അപ്പോൾ ഇതായിരിക്കില്ല ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബിൽറ്റാണ്. ഓപ്ഷൻ സി ബിൽറ്റാണ് ആൻസർ. ഷാജഹാൻ ബിൽറ്റ് ദ താജ് മഹൽ എന്നാണ് വരുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ടോം ഡാഷ് സ്റ്റഡി ഫോർ 2 hours. ഓപ്ഷൻ എ വാസ് സ്റ്റഡിയിങ്, ഓപ്ഷൻ ബി സ്റ്റഡീഡ്, ഓപ്ഷൻ സി ഹാഡ് സ്റ്റഡീഡ്, ഓപ്ഷൻ ഡി ഹാസ് ബീൻ സ്റ്റഡിയിങ്. ടോം 2 മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. നമ്മൾ സിൻസും ഫോറും ഒരു ടൈം വേർഡായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാലയളവ് അതിൻ്റെ ഒപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വെർബ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, ഹാസ് ബീൻ സ്റ്റഡിയിങ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വി ഡാഷ് വിസിറ്റ് ദ ഗ്രാൻഡ് പാരൻസ് എവറി വീക്കെൻഡ്. ഓപ്ഷൻ എ വിസിറ്റ്, ഓപ്ഷൻ ബി വിസിറ്റഡ്, ഓപ്ഷൻ സി വിസിറ്റിംഗ്, ഓപ്ഷൻ ഡി ഹാവ് വിസിറ്റഡ്. ഞങ്ങൾ എല്ലാ വീക്കെൻഡിലും ഗ്രാൻഡ് പാരൻസിനെ വിസിറ്റ് ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഹാബിച്വൽ ആക്ഷനാണ്. അപ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുള്ളൂ. ദാറ്റ് ഈസ് സബ്ജക്റ്റ് പ്ലസ് V1 ആണ് പറയുള്ളൂ. വി എന്ന് പറയുമ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, അപ്പോൾ പ്ലൂറൽ വെർബാണ് വരുന്നത്. അപ്പോൾ എന്തോരും ഓപ്ഷൻ എ വരും, വിസിറ്റ്. വി വിസിറ്റ് അവർ ഗ്രാൻഡ് പാരൻസ് എവറി വീക്കെൻഡ് എന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൈ ഗ്രാൻഡ് മദർ ഓൾവേസ് ടേക്ക് ബാത്ത് ഇൻ ഹോട്ട് വാട്ടർ. ഓപ്ഷൻ എ ടേക്ക്, ഓപ്ഷൻ ബി ടേക്സ്, ഓപ്ഷൻ സി ഈസ് ടേക്കിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഗ്രാൻഡ് മദർ എപ്പോഴും ഹോട്ട് വാട്ടറിലാണ് ബാത്ത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യം, ഹാബിച്വൽ ആക്ഷൻ ആണ്. ഇതും സിമ്പിൾ പ്രസൻറ്റിലാണ് വരുള്ളൂ. സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണ്, അപ്പോൾ സിംഗുലർ വെർബ് വരും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ബി എന്താ, ടേക്സ്. ആൻസർ ഓപ്ഷൻ ബി ടേക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റീഓപ്പൺ നെക്സ്റ്റ് വീക്ക്. ഓപ്ഷൻ എ റീഓപ്പൺ, ഓപ്ഷൻ ബി റീഓപ്പൺസ്, ഓപ്ഷൻ സി വിൽ റീഓപ്പൺ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ചില ഭാവി കാര്യങ്ങളൊക്കെ പറയുന്നതിന് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യും. സബ്ജക്റ്റ് പ്ലസ് V1 ആണ്.
അപ്പോൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പ്ലൂറലാണ്. അപ്പോൾ പ്ലൂറൽ വെർബ് ഉപയോഗിക്കും. ഓപ്ഷൻ എ റീഓപ്പൺ ആണ് ആൻസർ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റീഓപ്പൺ നെക്സ്റ്റ് വീക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഷീ വേക്കപ്പ് 5 o'clock എവറി ഡേ. ഓപ്ഷൻ എ വേക്കപ്പ്, ഓപ്ഷൻ ബി വേക്സ് അപ്പ്, ഓപ്ഷൻ സി വിൽ വേക്കപ്പ്, ഓപ്ഷൻ ഡി ഷാൾ വേക്കപ്പ്. അവൾ എല്ലാ ദിവസവും 5 മണിക്ക് എണീക്കാറുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്, സിമ്പിൾ പ്രസൻറ്റിൽ വരും. സബ്ജക്റ്റ് പ്ലസ് V1 വരുന്നത്. അപ്പോൾ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, വേക്സ് അപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മൈ സൺ സ്റ്റഡി ഫോർ എഞ്ചിനീയറിംഗ് കോഴ്സ് നൗ. ഓപ്ഷൻ എ സ്റ്റഡീസ്, ഓപ്ഷൻ ബി ഈസ് ടു സ്റ്റഡി, ഓപ്ഷൻ സി ഈസ് സ്റ്റഡിയിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നൗ എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ രീതിയിലുള്ളതാണ്. സബ്ജക്റ്റ് പ്ലസ് ആമീസ് ആർ പ്ലസ് ING ഫോമാണ് വരുന്നത്. ആമീസ് ആർ പ്ലസ് ING ഫോം വരും. അപ്പോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് കാരണം ഓപ്ഷൻ സി ഈസ് സ്റ്റഡിയിങ്. മൈ സൺ ഈസ് സ്റ്റഡിയിങ് ഫോർ എഞ്ചിനീയറിംഗ് കോഴ്സ് നൗ എന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹി പോസസ് ദ ലേറ്റസ്റ്റ് എഡിഷൻ ഓഫ് ദ ഡിക്ഷണറി. ഓപ്ഷൻ എ പോസസ്, ഓപ്ഷൻ ബി പോസസസ്, ഓപ്ഷൻ ബി പോസസ്, ഓപ്ഷൻ സി ഈസ് പൊസസിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇത് ഒരു പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റൻസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് V1 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഹി എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വെർബായിരിക്കണം. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, പോസസസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹി വിസിറ്റ് ദ ഹോളി ചർച്ച് ഇൻ 2005. ഓപ്ഷൻ എ വിസിറ്റ്, ഓപ്ഷൻ ബി വിസിറ്റ്സ്, ഓപ്ഷൻ സി ഹാസ് വിസിറ്റഡ്, ഓപ്ഷൻ ഡി വിസിറ്റഡ്. അതായത് ഇവിടെ നമ്മൾ പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്, അതിൻ്റെ ടൈം പറഞ്ഞിട്ടുണ്ട്. ആ ചർച്ച് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, 2005 വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ പാസ്റ്റിൽ നടന്നൊരു കാര്യം, ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ പാസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതെന്താണ്, സബ്ജക്റ്റ് പ്ലസ് V2 ആണ് സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോം. അപ്പോൾ ഹി എന്നുള്ളത് എന്താണ്, ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ സിംഗുലർ വെർബ് എടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. V2 ഫോമാണ് കേട്ടോ എടുക്കേണ്ടത്, V2 ഫോമാണ്. അപ്പോൾ ഹി വിസിറ്റഡ് എന്നാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിസിറ്റഡ്. സിമ്പിൾ പാസ്റ്റ് ആണല്ലോ, അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് V2 ആണ്. അപ്പോൾ V2, വിസിറ്റിൻ്റെ V2 ഫോമാണ് വിസിറ്റഡ്. ഹി വിസിറ്റഡ് ദ ഹോളി ചർച്ച് ഇൻ 2005. അടുത്ത ക്വസ്റ്റ്യൻ, ഹി ഓൾറെഡി സെൽ ദിസ് ഹൗസ് ടു ഓവർകം ദ ഫിനാൻഷ്യൽ ക്രഞ്ച്. ഓപ്ഷൻ എ സോൾഡ്, ഓപ്ഷൻ ബി ഹാസ് ഓൾറെഡി സോൾഡ്, ഓപ്ഷൻ ബി ഹാസ് ടു സെല്ല്, ഓപ്ഷൻ ഡി വിൽ സെല്ല്. അപ്പോൾ ഫിനാൻഷ്യൽ ക്രഞ്ച് മറികടക്കാനായിട്ട് അവൻ ഹൗസ് വിറ്റു. ഓൾറെഡി നടന്നൊരു കാര്യമാണ്, നടന്നു കഴിഞ്ഞു. പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്, ടൈം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഏതാ പറഞ്ഞത്, പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഹാസ്, ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ ഹാസ് വരും, ഹാസ് ഓൾറെഡി സോൾഡ് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹാസ് ഓൾറെഡി സോൾഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നെയ്ബേഴ്സ് ആർഗ്യൂസ് അസ് ഇഫ് ഹി ബി ആൻ അതോറിറ്റി. ഓപ്ഷൻ എ വെയർ, ഓപ്ഷൻ ബി വാസ്, ഓപ്ഷൻ സി വിൽ ബി, ഓപ്ഷൻ സി ഷാൾ ബി. ആൻസർ ഓപ്ഷൻ എ ആണ്, വെയർ. ദ നെയ്ബർ ആർഗ്യൂസ് അസ് ഇഫ് ഹി വെയർ ആൻ അതോറിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഇറ്റ് റെയിൻസ് ദ പ്രോഗ്രാം ബി ക്യാൻസൽ. ഓപ്ഷൻ എ ഷാൾ ബി ക്യാൻസൽഡ്, ഓപ്ഷൻ ബി വിൽ ബി ക്യാൻസൽഡ്, ഓപ്ഷൻ സി ഈസ് ടു ബി ക്യാൻസൽഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇഫ് ഇറ്റ് റെയിൻസ് എന്നാണ് പറയുന്നത്, ഈഫ് ക്ലോസിൽ വരുന്നതാണ്. അപ്പോൾ ഇഫ് ഇറ്റ് റെയിൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നൊരു സിമ്പിൾ പ്രസൻറ്റിൻ്റെ രീതിയിലാണ് ഇഫ് ഇറ്റ് റെയിൻസ് എന്നുള്ളത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, അപ്പോൾ ഈ ഭാഗത്ത് വരുന്നതെന്ന് പറയുന്നത് വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, വിൽ ബി ക്യാൻസൽഡ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, വിൽ ബി ക്യാൻസൽഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഹി ഹാഡ് വർക്ക്ഡ് ഹാർഡർ he passed the examination. Option A would have passed, option B passes, option C passed, option D will pass. ഇതും ഈഫിൽ വന്നിരിക്കുന്നതാണ്. ഇതിൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. അതെന്താണ്, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വരുന്നത്, ഇപ്പോൾ ഒരു ഈഫിൻ്റെ ഒപ്പം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വില്ല്, ഷാള്, മേ, ക്യാൻ പ്ലസ് V1 ആയിരിക്കും.
അതുപോലെ തന്നെ ഈഫിൻ്റെ ഒപ്പം ഒരു സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ആയിരിക്കും. ഇനി ഈഫിൻ്റെ ഒപ്പം ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. അങ്ങനെ വരുന്നത് ഏതാണ്? ഇതാണ്, ഓപ്ഷൻ എ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, വുഡ് ഹാവ് പാസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, he used to smoke when he was a college student. Option A used to, option B uses to, option C was used to, option D none of these. ആൻസർ ഓപ്ഷൻ എ ആണ്, യൂസ്ഡ് ടു. ഇതൊരു പാസ്റ്റ് ഹാബിച്വൽ പറയുന്നതിനാണ്, പാസ്റ്റ് ഹാബിറ്റ് പറയുന്നതിനാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്, യൂസ്ഡ് ടു. അടുത്ത ക്വസ്റ്റ്യൻ, ഹി ഡയർ ടു ചേഞ്ച് ദ ലീഡർഷിപ്പ്. ഓപ്ഷൻ എ ഡയർ, ഓപ്ഷൻ ബി ഡയേർഡ്, ഓപ്ഷൻ സി വിൽ ഡയർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡയേർഡ്. ഹി ഡയേർഡ് ടു ചലഞ്ച് ദ ലീഡർഷിപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹി നീഡ് ടു പേ ഓൺലി ഫസ്റ്റ് സം ഫീ. ഓപ്ഷൻ എ നീഡ്, ഓപ്ഷൻ ബി നീഡ്സ്, ഓപ്ഷൻ സി വിൽ നീഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, നീഡ്. ഹി നീഡ് പേ ഓൺലി ഫസ്റ്റ് ടേം ഫീ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാവിങ് വിൻ ഫസ്റ്റ് റാങ്ക് ഇൻ ദ എക്സാമിനേഷൻ ഹി ഗോട്ട് എ ഗുഡ് ജോബ്. ഓപ്ഷൻ എ വിൻ, ഓപ്ഷൻ ബി വിന്നിങ്, ഓപ്ഷൻ സി വോൺ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, വോൺ. ഹി ഗോട്ട് എ ജോബ് എന്നാണ്, അതായത് പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്. സോ ഓപ്ഷൻ സി ആണ്, വോൺ. ഹാവിങ് വോൺ ഫസ്റ്റ് റാങ്ക് ഇൻ ദ എക്സാമിനേഷൻ ഹി ഗോട്ട് എ ഗുഡ് ജോബ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹി ഹാസ് ഡിസൈഡഡ് റിട്ടേൺ ദ കാർ നെക്സ്റ്റ് വീക്ക്. ഓപ്ഷൻ എ റിട്ടേൺ, ഓപ്ഷൻ ബി ടു റിട്ടേൺ, ഓപ്ഷൻ സി ഫോർ റിട്ടേണിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ടു റിട്ടേൺ. ഹി ഹാസ് ഡിസൈഡഡ് ടു റിട്ടേൺ ദ കാർ നെക്സ്റ്റ് വീക്ക് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അരുൺ പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. ഓപ്ഷൻ എ പ്ലേസ്, ഓപ്ഷൻ ബി പ്ലേ, ഓപ്ഷൻ സി ഈസ് പ്ലേയിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതെന്താണ്? ഒരു സിമ്പിൾ പ്രസൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇത് എവറി ഡേ ഹാബിച്വൽ ആക്ഷൻസ് ആണ്, എവറി ഡേ നടക്കുന്നതാണ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് V1 ആണ് വരുള്ളൂ. അരുൺ സിംഗുലർ ആണ്, സോ വെർബ് സിംഗുലർ ആയിരിക്കണം. ആൻസർ ഓപ്ഷൻ എ ആണ്, പ്ലേസ്. അരുൺ പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ എന്നാണ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ടെൻസിൻ്റെ ഭാഗത്ത് നിന്നുള്ളത്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്